നമസ്കാരം. PM കിസാൻ സമ്മാൻ നിധിയുടെ ഗുണഭോക്താക്കളായ കർഷകർ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ. PM കിസാൻ സമ്മാൻ നിധിയുടെ 23 ഗഡുക്കളാണ് ഇതുവരെ വിതരണം ചെയ്തിട്ടുള്ളത്. ഇനി 24ാമത്തെ ഗഡു വിതരണമാണ് നടക്കാനുള്ളത്. അതിനു മുമ്പ് കർഷകർ പൂർത്തിയാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് PM കിസാൻ സമ്മാൻ നിധിയുടെ 23ാമത്തെ ഗഡുവും അതിനു മുമ്പത്തെ ഗഡുക്കളും ഒക്കെ മുടങ്ങിയ നിരവധി പേരുണ്ട്. ഇവർ എന്താണ് ചെയ്യേണ്ടത് എന്നുകൂടി പറയാം. തുക ലഭിക്കാതിരിക്കാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഇത് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് pmkisan.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലൂടെ നോ യുവർ സ്റ്റാറ്റസ് എന്ന ലിങ്ക് വഴി നിങ്ങളുടെ പ്രൊഫൈൽ പരിശോധിക്കുക എന്നതാണ്. അവിടെ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തുക. EKYCയുടെ സ്റ്റാറ്റസ് നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഫേസ് ഒതൻറ്റിഫിക്കേഷൻ വഴി നിങ്ങൾക്ക് EKYC പൂർത്തിയാക്കാവുന്നതാണ്. അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇത് ചെയ്യാവുന്നതാണ്. ഫോൺ ഉപയോഗിച്ച് സ്വന്തമായും ചെയ്യാം. ഇനി ലാൻഡ് സീഡിംഗ് നോ എന്നാണ് കാണിക്കുന്നതെങ്കിൽ ഏറ്റവും പുതിയ നികുതി റെസീറ്റ് സഹിതം അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ലാൻഡ് സീഡിംഗ് പൂർത്തിയാക്കാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം, ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുകയാണെങ്കിൽ മുടങ്ങിപ്പോയ തുക അടുത്ത ഗഡു വിതരണത്തിൻ്റെ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇനി വരാനിരിക്കുന്ന 24ാമത്തെ ഗഡുവിനെ കുറിച്ചുള്ള വിവരങ്ങളിലേക്ക് കടക്കാം. കഴിഞ്ഞ ജൂൺ 20-നാണ് പദ്ധതിയുടെ 23ാമത്തെ ഗഡു കർഷകരിലേക്ക് എത്തിച്ചത്. സാധാരണ 4 മാസത്തെ ഇടവേളകൾക്ക് ശേഷമാണ് തുക വിതരണം ചെയ്യുന്നത്. അതിനാൽ അടുത്ത ഗഡു 24ാമത്തെ ഗഡു ഒക്ടോബർ മാസത്തിൽ കർഷകരുടെ അക്കൗണ്ടുകളിലെത്തുമെന്നാണ് സൂചന. ഇതിനു മുമ്പ് തന്നെ എല്ലാവരും സ്റ്റാറ്റസ് പരിശോധിച്ച് EKYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയായിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.